ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നന്മസ്വരൂപനായ ദൈവമേ, ഈ വചനം, തിരുവചനം ശ്രവിക്കുന്ന എല്ലാ ശാലോം TV പ്രേക്ഷകരെയും, ഈ വചനം പ്രഘോഷിക്കുന്ന ഈ വൈദികനെയും അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഇന്നത്തെ വചനം, തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ക്രൈസ്തവ ജീവിതത്തിൽ ദൈവം നൽകുന്ന കൃപകളെക്കുറിച്ച് വിചിന്തനം ചെയ്യുവാൻ അവിടുന്ന് അനുഗ്രഹം അരുളണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. ഈശോയിൽ എത്രയും വാത്സല്യമുള്ള ശാലോം TV പ്രേക്ഷകരെ, മനോഹരമായ സുദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇന്ന് ജന്മദിനം ഓർക്കുന്നവരെയും, വിവാഹ വാർഷികം അനുസ്മരിക്കുന്നവരെയും, പൗരോഹിത്യത്തിൻ്റെ സന്യാസത്തിൻ്റെ ആനിവേഴ്സറി അനുസ്മരിക്കുന്നവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-17 നമുക്ക് സുപരിചിതമാണ്. ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷിക്കാനല്ല, പ്രത്യുത രക്ഷിക്കാനാണ്. ഈ വചനം കേട്ട് തഴമ്പിച്ചതാണ്, എല്ലാവർക്കും മനഃപ്പാഠമാണ്. പക്ഷേ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്ന് വചനം, തിരുവചനത്തിലൂടെ കടന്നു പോകാം. ഈ വചനത്തിൽ 2 വട്ടം ലോകത്തെ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ലോകചരിത്രവും രക്ഷാകര ചരിത്രവും രണ്ടും രണ്ടാണ്. വേൾഡ് ഹിസ്റ്ററി ആൻഡ് സാലുഫിക് ഹിസ്റ്ററി, 2 ചരിത്രമാണ്. ലോകചരിത്രം, രക്ഷാകര ചരിത്രം. എന്താണ് ലോകചരിത്രം, വേൾഡ് ഹിസ്റ്ററി? ലോകചരിത്രം എന്ന് പറയുന്നത് മനുഷ്യൻ ലോകത്തിൽ ഇടപെട്ട ചരിത്രം. അവൻ്റെ കണ്ടുപിടുത്തം, യുദ്ധം, വിജയം, പരാജയം, ഇങ്ങനെ പോകുന്ന നീണ്ട പട്ടിക. അപ്പോൾ മനുഷ്യൻ ലോകത്തിൽ ഇടപെട്ട ചരിത്രത്തെയാണ് ലോകചരിത്രം എന്ന് പറയുന്നത്. ചരിത്രം പഠിക്കുമ്പോൾ അതിന് 3 ഭാഗങ്ങളുണ്ട്: പാലോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്, മെറ്റൽ ഏജ്. പുരാതന ശിലായുഗം, ശിലായുഗം, ആധുനിക ശിലായുഗം. നമുക്ക് രക്ഷാകര ചരിത്രത്തിലേക്ക് വരാം. എന്താണ് രക്ഷാകര ചരിത്രം അല്ലെങ്കിൽ സാലുഫിക് ഹിസ്റ്ററി? രക്ഷാകര ചരിത്രം എന്ന് പറയുന്നത് ദൈവം ചരിത്രത്തിൽ, ലോകത്തിൽ ഇടപെട്ട ചരിത്രമാണ്. ദൈവം ലോകത്തിൽ ഇടപെട്ട ചരിത്രത്തെയാണ് രക്ഷാകര ചരിത്രം എന്ന് പറയുന്നത്. അതായത് ഈശോയ്ക്ക് മുൻപുള്ള കാലഘട്ടം, അതായത് പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ. 2 ഈശോയുടെ കാലഘട്ടം, 3 സഭയുടെ കാലഘട്ടം. പഴയ നിയമം, പുതിയ നിയമം, സഭാചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പഴയ നിയമത്തിൽ എന്താ കാണുന്നത്? ഉൽപ്പത്തി തുടങ്ങി മലാക്ക് വരെ വരുവാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. പുതിയ നിയമം എന്ന് പറയുന്നത്, 4 സുവിശേഷം എന്ന് പറയുന്നത് ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായ യേശുവിനെ കുറിച്ചാണ്. യേശുവിൻ്റെ 4 സുവിശേഷങ്ങൾ, സമാന്തര സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം. അപ്പോസ്തല പ്രവർത്തനം എന്ന് പറയുന്നത് സഭയുടെ കാലഘട്ടമാണ്, ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ വരെയുള്ള കാലഘട്ടം. അപ്പം നമ്മളിപ്പോൾ ഏത് കാലഘട്ടത്തിലാണ്? സഭയുടെ കാലഘട്ടത്തിലാണ്. ഇപ്പോൾ സഭയെ നയിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അപ്പോൾ ഈ വചനം, തിരുവചനം പങ്കുവയ്ക്കാനുള്ള കാരണം, ഇത്രയും വർഷം പിന്നിട്ടിട്ടും നമ്മൾ പലപ്പോഴും ബൈബിൾ കൺവെൻഷനുകളിലും ധ്യാന കേന്ദ്രങ്ങളിലും പൂർവികരുടെ പാപം, പൂർവികരുടെ ശാപം, ബന്ധനം, തടസ്സം, പൈശാചിക ശക്തി, മറിച്ച് മാർപ്പാപ്പ സുവിശേഷത്തിൻ്റെ സന്തോഷം എന്ന അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തിൽ അദ്ദേഹം പ്രത്യേകിച്ച് ഊന്നി പറഞ്ഞേക്കുന്നത്, കാറ്റഗിസം എടുക്കുമ്പോഴും വചനം പറയുമ്പോഴും ദൈവം സ്നേഹിക്കുന്നു എന്ന് പഠിപ്പിക്കുക. നമ്മുടെ ദൈവം ശിക്ഷിക്കുന്നവനല്ല, നമ്മുടെ ദൈവം സ്നേഹിക്കുന്നവനാണ്. അതുകൊണ്ടാണല്ലോ ഈ തപസ് കാലവും അതുപോലെ വിശുദ്ധവാരവും ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. കാരണം ഈശോയുടെ ജനനവും ജീവിതവും മരണവും ഉദ്ധാനവും വഴി നമ്മളെ പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, മരണത്തിൽ നിന്നും രക്ഷിച്ചല്ലോ. അതുകൊണ്ടാണല്ലോ പൗലോസ്ലീഹ പറഞ്ഞത്, കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമെന്ന് ശക്തമായി മഹാപ്രേക്ഷിതൻ പൗലോസ്ലീഹ പ്രഘോഷിച്ചത്. അതുകൊണ്ട് ഇന്നത്തെ വചനപ്രഘോഷണത്തിലൂടെ ദൈവം സഭയുടെ കാലഘട്ടത്തിൽ എങ്ങനെ നമ്മെ അനുഗ്രഹിക്കുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം അണപൊട്ടുന്ന മേഖലയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്.
അപ്പോൾ ഇത് മറന്നു പോകരുത്. നമ്മൾ വചനപ്രഘോഷകരായാലും അൽമായരായാലും ഒന്ന് മനസ്സിലാക്കുക, ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഈശോയുടെ പീഡാനുഭവവും മരണവും ഉദ്ധാനവും വഴി നമ്മളെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മരണത്തിൽ നിന്ന് രക്ഷിച്ചു. എന്നിട്ട് അവിടുന്ന് കൂദാശ സ്ഥാപിച്ചു. എന്താണ് കൂദാശ? ഞാനിപ്പോൾ സംസാരിക്കുന്നത് കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, CCC, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുപോലെ ഞാനിത് കോട്ട് ചെയ്യുമ്പോൾ യുക്കാറ്റ്, ഈ 2 പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ വചനം തിരുവചനം പങ്കുവയ്ക്കുന്നത്. യുക്കാറ്റിലേക്ക് പോയാലും കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചിലേക്ക് പോയാലും ഈ സന്ദേശം ഇതാണ്. ഈശോ എന്തിനാ കൂദാശ സ്ഥാപിച്ചത്? എന്താണ് കൂദാശ? അദൃശ്യമായ പ്രസാദവരം നൽകുന്ന ഈശോ സ്ഥാപിച്ച ദൃശ്യമായ അടയാളമാണ് കൂദാശ. എന്താണ് മാമുദീസ? ഉത്ഭവപാപവും കർമ്മപാപവും നീക്കി ദൈവത്തിൻ്റെ പുത്രനും സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഉത്ഭവപാപവും കർമ്മപാപവും കൂടി മാറ്റി തരികയാണ്. എന്താണ് കുമ്പസാരം? പാപങ്ങൾ മായിച്ചു കളയുന്ന ജോർദാൻ നദിയാണ് കുമ്പസാരക്കൂട്. ചെറിയൊരു ഉദാഹരണം, അന്തോണീസ് പുണ്യാളച്ചൻ കുമ്പസാരക്കൂടിലിരിക്കുകയായിരുന്നു. അപ്പോൾ പാപഭാരം നിമിത്തം ഒരു ചെറുപ്പക്കാരൻ കുമ്പസാരിക്കാൻ വന്നു. അവന് കുമ്പസാരിക്കാൻ പറ്റുന്നില്ല. അന്തോണീസ് അച്ഛന് ദർശനമുള്ള അച്ഛനാ. അച്ഛൻ വായിച്ചിട്ട് പറഞ്ഞു, അവൻ്റെ മനസ്സ് വായിച്ചിട്ട് പറഞ്ഞു, നീ പോയി എഴുതിക്കൊണ്ടുവാ. അവൻ പോയി കടലാസിൽ എഴുതിക്കൊണ്ടുവന്നു അവൻ്റെ ഘോര പാപങ്ങൾ, പറയാൻ പറ്റാത്ത പാപങ്ങൾ. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവനോട് കുമ്പസാരക്കൂട്ടിൽ അത് വായിക്കാൻ പറഞ്ഞു. അവൻ വായിക്കുമ്പോൾ ഓരോ പാപവും ഇങ്ങനെ മാഞ്ഞു പോവുകയാണ്. ഒടുവിൽ തൂവെള്ള കടലാസായി. അവൻ കരയാൻ തുടങ്ങി സന്തോഷം കൊണ്ട്. അപ്പോൾ പുണ്യാളച്ചൻ ചോദിച്ചു, എന്താ നീ കരയണത്? അച്ഛൻ, ഞാൻ എഴുതിക്കൊണ്ടുവന്ന ഘോര പാപങ്ങൾ ഓരോന്നായി പറഞ്ഞപ്പോൾ വായിച്ചപ്പോൾ അത് മാഞ്ഞുപോയി. ഇപ്പോൾ തൂവെള്ള കടലാസാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. മകനെ, നിന്റെ പാപങ്ങൾ മായ്ച്ചു കളയുന്ന കൂദാശയാണ് കുമ്പസാരം. അപ്പോൾ കുമ്പസാരം എന്നുള്ള കൂദാശ അത് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുന്ന കൂദാശയാണ്. യേശയ്യായുടെ പുസ്തകം 1:18-19. നിന്റെ പാപം രക്തവർണ്ണമെങ്കിലും കഴുകി കമ്പിളി പോലെ വെളുപ്പിക്കും. ഫോൾട്ടൻ പിതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷയം കുമ്പസാരമാണ്. അപ്പോൾ ഒരു യുവാവ് പള്ളിയിൽ കയറാതെ കത്തീഡ്രലിൻ്റെ മുൻപിൽ വട്ടക്കല്ലിൽ ഇരുന്നവൻ വചനം കേൾക്കുക. വചനപ്രഘോഷണം കഴിഞ്ഞപ്പോൾ അവൻ പിതാവിനെ കണ്ട് സ്തുതി പറഞ്ഞു. പിതാവേ, ഞാനൊരു യുവാവാണ്, വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാറില്ല. കാരണം എൻ്റെ ഒരു ചോദ്യം ഇതാണ്, കുമ്പസാരക്കൂട്ടിൽ ഞാൻ പറയുമ്പോൾ എൻ്റെ പാപം മോചിച്ചു എന്നതിന് എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു തരാമോ? പിതാവ് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, ദൈവശാസ്ത്രമൊക്കെ കേട്ടു. കത്തീഡ്രലിൻ്റെ മുൻപിൽ നല്ല വിശാലമായ കടൽത്തീരമാണ്. അവനോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ വാ, ഞാൻ പറയുന്ന 2 കാര്യം നീ ചെയ്യണം. കൈക്കുമ്പിൾ നിറയെ മണ്ണ് വാരിയെടുക്കുക, ആ മണ്ണ് നീ കടലിലേക്ക് എറിയാൻ പറഞ്ഞു. അവൻ കൈക്കുമ്പിൾ നിറയെ മണ്ണ് വാരിയെടുത്തു, കടലിലേക്ക് ഇട്ടു. ചോദിച്ചു, നീ വാരിയെടുത്ത മണ്ണിൻ്റെ എണ്ണം നിനക്കറിയോ? ഇല്ല പിതാവേ. നീ ഇട്ട അതേ മണ്ണ് കടലിൽ നിന്ന് എടുക്കാൻ പറ്റുമോ? ഇല്ല പിതാവേ. ഇതാണ് കുമ്പസാരക്കൂട്. നിന്റെ പാപം എത്ര അധികമായിരുന്നാലും നീ അത് ഇപ്പോൾ ഈ മണ്ണ് കടലിലേക്ക് ഇട്ടതുപോലെ നിന്റെ പാപം മുഴുവനും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കടലിൽ അത് അലിഞ്ഞു പോവും. അവൻ നല്ല ബോധ്യമായി നല്ല കുമ്പസാരം നടത്തിയെന്നാണ് ഫോൾട്ടൻ പിതാവ് ആത്മകഥയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വച്ചത്, നമ്മുടെ ദൈവം ശിക്ഷിക്കുന്നവനല്ല, നമ്മുടെ ദൈവം സ്നേഹിക്കുന്നവനാണ്. അപ്പോൾ അതിനായിട്ട് കുമ്പസാരം എന്ന കൂദാശ. ആരെയാണ് കർത്താവ് പറുദീസയിലേക്ക് കൊണ്ടുപോയത്? അനുതപിച്ച കള്ളനെയല്ലേ? ഈശോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പാപി വന്നിട്ട് അവനെ പിണങ്ങിയിട്ടുണ്ടോ? മഗ്ദലന മറിയത്തെ പിണങ്ങിയിട്ടുണ്ടോ? പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ പിണങ്ങിയിട്ടുണ്ടോ? കള്ളനെ പിണങ്ങിയിട്ടുണ്ടോ? സഖ്യൂസിനെ പിണങ്ങിയിട്ടുണ്ടോ? തള്ളിപ്പറഞ്ഞ പത്രൂസിനെ ഈശോ ശാസിച്ചോ? പത്രൂസിനെ അല്ലേ ആദ്യത്തെ മാർപ്പാപ്പയാക്കി വെച്ചത്? അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ശാലോം TV ശ്രോതാക്കളെ, മനസ്സിലാക്കുക, നമ്മുടെ ദൈവം ശിക്ഷിക്കുന്നവനല്ല എന്ന് പറഞ്ഞ് തോന്നിയാസം ചെയ്യാമെന്നല്ല കേട്ടോ ഞാൻ പഠിപ്പിച്ചു വരുന്നത്. മറിച്ച് ഓരോ കുമ്പസാരവും നമ്മളെ പുതു സൃഷ്ടിയാക്കണം. നമ്മിലെ സാവൂൾ പൗലോസ് ആവണം, നമ്മിലെ ശിമയോൻ പത്രോസ് ആവണം, നമ്മിലെ മഗ്ദലന മറിയം ഈശോയുടെ മറിയമായിട്ട് മാറണം, നമ്മിലെ അഗസ്തീനോസ് പുതു സൃഷ്ടിയായിട്ട് മാറണം. പിന്നെ കുർബാന എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തെ അപ്പത്തിൻ്റെ സുവിശേഷം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഗോസ്പൽ ഓഫ് ബ്രെഡ്. അതിൽ ഈശോ അടിവരയിട്ട് പറയുക, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും, ഞാൻ ജീവൻ്റെ അപ്പമാണ്. അതേസമയം പൗലോസ് ശ്ലീഹ വലിയൊരു താക്കീത് നൽകി, ഈ ജീവൻ്റെ അപ്പത്തെ ശാപത്തിൻ്റെ അപ്പമാക്കി മാറ്റരുത്. അന്ത്യത്താഴ സമയത്തേക്ക് പോകാം. ഈശോ അർപ്പിച്ച പ്രഥമ ബലിയിൽ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചത് ആരാ? യൂദാസ്.
അവനിലേക്ക് ആരാ പ്രവേശിച്ചത്? സാത്താൻ. അപ്പോൾ ഓർക്കണം, പരിശുദ്ധ കുർബാന അയോഗ്യതയോടുകൂടി നമ്മൾ സ്വീകരിക്കരുത്. വീണ്ടും ഈശോ സ്ഥൈര്യലേപനം സ്ഥാപിച്ചു. എന്താണ് സ്ഥൈര്യലേപനം? നന്മയിൽ ഉറച്ചു നിർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ നൽകുന്ന കൂദാശയാണ്. ഇനി എന്താണ് വിവാഹം? എന്താണ് സന്യാസം? എന്താണ് തിരുപ്പട്ടം? നമുക്ക് ഫ്രീഡം തന്നിട്ടുണ്ട്. നമുക്ക് ഏകസ്ഥരായിട്ട് ജീവിക്കാം, സന്യസ്തരാകാം, വൈദികരാവാം, കുടുംബജീവിതം നയിക്കാം. എന്നിട്ട് ഏഴാമത്തെ കൂദാശ എന്താണ്? രോഗീലേപനം. നമ്മൾ പാപക്കിടക്കയിലും നമ്മൾ തെറ്റേറ്റു പറഞ്ഞാൽ അതെല്ലാം മോചിക്കപ്പെടും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ശിക്ഷിക്കുന്നവനല്ല, നമ്മുടെ ദൈവം സ്നേഹിക്കുന്നവനാണ്. അവിടുന്ന് സ്നേഹത്തിൻ്റെ കൃപയുടെ 7 കൂദാശകൾ നൽകി. ആ കൃപകൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? 4 മേഖലകളാണ്. 1 വിശുദ്ധ സ്ഥലം, 2 വിശുദ്ധ വ്യക്തികൾ, 3 വിശുദ്ധ വസ്തുക്കൾ, 4 വിശുദ്ധ സമയം. ആവർത്തിച്ചോട്ടെ: വിശുദ്ധ സ്ഥലം, വ്യക്തികൾ, വസ്തുക്കൾ, സമയം. ഓരോന്നും എടുക്കാം. സ്ഥലത്തെ ഞാൻ 3 ഡിവൈഡ് ചെയ്യണേ: ദൈവാലയം, തീർത്ഥാടന കേന്ദ്രം, വിശുദ്ധ നാട്, സന്ദർശനം. 3 ഗ്രേഡാണ്. അപ്പോൾ സ്ഥലം എന്ന് പറയണത് ദൈവാലയം, കുരിശടി, ദിവ്യകാരുണ്യ ആരാധന കേന്ദ്രം, ധ്യാന കേന്ദ്രം, നൊവേന കേന്ദ്രം. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് പോവാം. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വലിയ ദർശനമാണ്. ദേവാലയത്തിൻ്റെ വാമഭാഗത്ത് നിന്ന് നീർച്ചാൽ നിർഗളിക്കുന്നു. എന്താണ് നീർച്ചാൽ? വരപ്രസാദം, ദൈവത്തിൻ്റെ കൃപ ഒഴുകുകയാണ്. അപ്പോൾ പണ്ടേ എസെക്കിയേലിനുണ്ടായി ഈ ദർശനം. ദേവാലയത്തിൽ നിന്നും നീർച്ചാൽ നിർഗളിക്കുന്നു. അപ്പം നമ്മുടെ ദൈവാലയത്തിൽ വെച്ചാണ് എല്ലാ കൂദാശകളും പരികർമ്മം ചെയ്യുന്നത്. അപ്പോൾ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളാണ് കുരിശടി, ധ്യാനകേന്ദ്രം, നിത്യാരാധന കേന്ദ്രം, അതുപോലെ തന്നെ നൊവേന കേന്ദ്രം. ഞാൻ 1-2 സാക്ഷ്യം പറഞ്ഞോട്ടെ. ഞാൻ വൈദികനായിട്ട് 30 വർഷം കഴിഞ്ഞു. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ശാലോം TV പ്രഘോഷിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. കാരണം യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം വഴിയാണ് ഞാൻ വാസ്തവത്തിലൊരു കുരിശടി. ഞാൻ സെമിനാരിൽ ചേർന്ന് 1974 ജൂലൈ 16-ാം തീയതിയാണ്. 1974 ജൂലൈ 16. അപ്പോൾ ഞാൻ സഭയിൽ ചേരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞു, നിൻ്റെ അങ്കിള് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ കപ്പലിൽ ജോലി ഉണ്ടായിരുന്നിട്ട് ജോലി രാജിവെച്ച് ഈ സഭയിൽ ചേർന്ന് ലത്തീൻ ഭാഷയ്ക്ക് തോറ്റുപോയി 3-ാം വർഷം തിരിച്ചു പോകുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. അമ്മ ശിമയോൻ്റെ പ്രവചനം പോലെ ഇങ്ങനെ പറഞ്ഞു. കണ്ണൂർ രൂപതാധ്യക്ഷൻ അലക്സ് വടക്കുംതലയും ഞങ്ങൾ 2 ക്ലാസ്മേറ്റ്സാണ്. അപ്പോൾ അദ്ദേഹം രൂപതയിലേക്ക് പോന്നു, ഞാൻ കർമ്മലീത്ത സഭയിലേക്ക് ചേർന്നു. അങ്ങനെ 74 ചേർന്ന് 77 എറണാകുളത്തുള്ള സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തലവേദന വരും, ഭയങ്കര തലവേദന, മൈഗ്രെയിൻ ഹെഡേക്കാണ്. ഇത് വന്നിട്ട് വീട്ടുകാരും സഭയും ഒക്കെ ചികിത്സിച്ചു, ഒടുവിൽ മാറുന്നില്ല. ഒരു മാർച്ച് മാസം, യൗസേപ്പ് പിതാവിൻ്റെ മാസത്തിൽ റെക്ടറച്ചൻ എന്നോട് പറഞ്ഞു, ബ്രദറിൻ്റെ തലവേദന മാറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്കണ്ടിന്യൂ ചെയ്യണം, ഞങ്ങൾ ഡിസ്മിസ് ചെയ്യും. പെട്ടെന്ന് എൻ്റെ അമ്മയുടെ ഓർമ്മ വന്നു, നിൻ്റെ അങ്കിള് കപ്പലിൽ രാജിവെച്ച് വന്നിട്ട് 3-ാം വർഷം മടങ്ങിപ്പോകുന്ന സഭയാണ്. ദൈവമേ, എനിക്കും അതുപോലുള്ള അവസ്ഥ വരും, ഒരു ഇടിതീ വീണ പോലെയാണ്. ഞാൻ വീട്ടിലേക്ക് വന്നു, അമ്മയോട് പറഞ്ഞില്ല, ശിമയോനോട് ഞാൻ പറഞ്ഞില്ല. ഞാൻ എൻ്റെ ആൻറ്റി അവിടെ ഉണ്ടായിരുന്നു, ആൻറ്റിയോട് പറഞ്ഞു, ആൻറ്റി ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ആൻറ്റി ഉടനെ പറഞ്ഞു, നീ പേടിക്കണ്ട, നീ റെഡി ആയിക്കോ, ഞങ്ങളുടെ നാട്ടിൽ ഒരു കുരിശടിയുണ്ട്, കുമ്പളങ്ങി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കുമ്പളങ്ങിയിൽ സെയിൻറ്റ് ജോർജ് പള്ളിയുടെ അടുത്തൊരു കുരിശടിയുണ്ട്. അവിടെ തമിഴ്നാടിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വന്നു, ദേഹം മുഴുവനും, അവൻ്റെ ശരീരം മുഴുവനും വ്രണമാണ്, ആരും വീട്ടിൽ കയറ്റില്ല. അതുകൊണ്ട് അവൻ അവിടെ കിടന്നു, അവൻ ആ വെള്ളം കുടിച്ചു, കുളിച്ചു, അവൻ്റെ ത്വക്ക് രോഗം മാറി. നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, എങ്ങനെ നീ സുഖപ്പെട്ടു? ഞാനിവിടെ ഈ കുരിശടി കിടന്ന് ഈ വെള്ളം കുടിച്ചും കുളിച്ചും എൻ്റെ അസുഖം മാറി. പിന്നീട് ആൾക്കാർ അവിടെ വന്ന് ഈ ചാമ്പ് പൈപ്പിൽ നിന്നും വെള്ളം കുടിക്കും, കുളിക്കും, അസുഖം മാറിയ രോഗസൗഖ്യം.
അങ്ങനെ ആൾക്കാർ ഇഷ്ടം പോലെ വരാൻ തുടങ്ങി. അവിടെ ബുധനാഴ്ചയാണ് ആഘോഷം. വിശുദ്ധ കുർബാന, കുമ്പസാരം, നൊവേന കഴിഞ്ഞാൽ പോകുന്നതിന് മുൻപ് മറപ്പുര കെട്ടിയിട്ടിരിക്കുകയാണ് ഓല കൊണ്ട്. ഞാനും ഒരു ബുധനാഴ്ച അവിടെ ചെന്ന് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു, കുർബാന സ്വീകരിച്ചു, നൊവേന കൂടി. ആ മറപ്പുരയിൽ ചെന്നു ഒരു കുടം വെള്ളം എടുത്തു, എൻ്റെ തലയിൽ ഞാൻ ഒഴിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, യൗസേ പിതാവേ, എനിക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. എൻ്റെ തലവേദന മാറിയാൽ തീർച്ചയായിട്ടും വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ, ഇപ്പോൾ ഏകദേശം 40 വർഷമായി. 1977 എന്ന് പറയുമ്പോൾ ഏകദേശം 40 വർഷമായി. പിന്നീട് എനിക്ക് തലവേദന വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് വിശുദ്ധ സ്ഥലത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്. വീണ്ടും തീർത്ഥാടന കേന്ദ്രം. തീർത്ഥാടന കേന്ദ്രം എന്ന് പറയുമ്പോൾ എൻ്റെ കൊച്ചനുജനെ ഞാൻ ഓർക്കുകയാണ്. അവൻ്റെ കക്ഷത്തിൽ നെല്ലിക്ക ടെന്നീസ് ബോളിൻ്റെ വലിപ്പത്തിൽ വലിയ മുഴ. എൻ്റെ വീട് പനങ്ങാട്, ലേക്ക് ഷോറിന് സമീപനം, പനങ്ങാട്, എറണാകുളം ജില്ല. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അന്ന് ബസ്സില്ല, ബോട്ട് മാത്രം ആശ്രയം. എറണാകുളത്ത് ജനറൽ ആശുപത്രി പോകണം. അപ്പൻ അന്തോണി സുന്നാളച്ചിൻ്റെ വലിയ ഭക്തനാണ്. അപ്പൻ ഞങ്ങളോട് പറഞ്ഞു, കൊച്ചിയിൽ ചുള്ളിക്കൽ പള്ളിയിൽ വലിയ അത്ഭുതം നടക്കുന്നുണ്ട്, അത് തീർത്ഥാടന കേന്ദ്രമാണ്, അവിടെ ചെന്ന് നൊവേന കൂടി പ്രാർത്ഥിക്കുക. അങ്ങനെ ഞങ്ങൾ 3 പേരും, ചേട്ടനും അനുജനും, ഞങ്ങൾ 3 പേരും കൂടി അവിടെ ചെന്നു പ്രാർത്ഥിച്ചു. മടങ്ങി വരുമ്പോൾ ബോട്ട് ജെട്ടിയിൽ നിൽക്കുകയാണ്. ബോട്ട് വരണമെങ്കിൽ ഇനി 1.5 മണിക്കൂർ വരും. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇവൻ്റെ കക്ഷത്തിലെ മുഴ പോയോ എന്ന് നമുക്ക് നോക്കാം. അവൻ്റെ ഷർട്ട് മാറ്റി കക്ഷം പൊക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ അതിശയം തോന്നി. ഞാനന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കണേ. ഞങ്ങൾ പോകുമ്പോൾ അവൻ്റെ കക്ഷത്തിൻ്റെ ഉള്ളിൽ ടെന്നീസ് വലുപ്പത്തിൽ മഞ്ഞ നിറത്തിലൊരു മുഴയുണ്ടായിരുന്നു. നൊവേന കൂടി വന്നപ്പോൾ അപ്രത്യക്ഷമായി. ഇത് തീർത്ഥാടന കേന്ദ്രത്തിലെ ഒരു അത്ഭുതമാണ്. വേറൊരു അത്ഭുതം കൂടി പറയാം. ദുബായിൽ 7 എമിറേറ്റ്സ് ആണ്, ഉമൽക്കോയ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ വെച്ച് കണ്ട എഞ്ചിനീയറിൻ്റെ മകളുടെ തല വലുതാണ്. ഫോട്ടോയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കാണുമ്പോൾ ആ കുട്ടി പൂർണ്ണ രൂപമാണ്. ഈ ഫോട്ടോ കാണിച്ചിട്ട് അവർ പറഞ്ഞത് നമ്മുടെ വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തെക്കുറിച്ചാണ്. ഈ കുട്ടിക്ക് ഓപ്പറേഷൻസൊക്കെ വന്നു. 6-7 ഓപ്പറേഷൻസ് കഴിഞ്ഞു, പണമെല്ലാം തീർന്നു. അപ്പോൾ വെല്ലൂർ ആസ്പത്രിയിൽ ഇവരിങ്ങി കുഞ്ഞിനുമായിട്ട് ഇരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന, തഞ്ചാവൂരിൽ നിന്ന് വന്ന ഒരു ക്രിസ്ത്യാനി പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ അന്നൈ വേളാങ്കണ്ണി മാതാവിற்கு, വേളാങ്കണ്ണി മാതാവുണ്ട്, അവിടെ ചെന്ന് ഈ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ കുഞ്ഞിൻ്റെ അസുഖം മാറും. ഇയാൾ ഇതുവരെയും വേളാങ്കണ്ണി പോയിട്ടില്ല. വലിയ ആഗ്രഹം, അവിടെ കുഞ്ഞിനെ കൊണ്ടുപോകണം. നമുക്കറിയാലോ, ഒരു അസുഖം വന്നാൽ ആര് പറഞ്ഞാലും നമ്മൾ അവിടെ എല്ലാം പോകും. അങ്ങനെ ഈ കുഞ്ഞുമായിട്ട് പോകാൻ ആഗ്രഹിച്ചു. അവരുടെ അങ്കിൾ ഒരു ട്രാവൽ ഏജൻസി നടത്തുന്നുണ്ട്. ആൾ അത്തീസ്റ്റാണ്, നിരീശ്വരവാദിയാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കാനായിട്ട് പ്രയാസം. എങ്കിലും ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല. ഒരു വെള്ളിയാഴ്ച ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, റെഡി ആയിക്കോ, ഞാൻ തന്നെ വരാം, ക്വാളിസിൽ പോവാം. അങ്ങനെ വെല്ലൂരിൽ നിന്നും വേളാങ്കണ്ണി എത്തി. വെളുപ്പം കാലത്ത് 3 മണി. നമുക്കറിയാമല്ലോ, വേളാങ്കണ്ണി പോകാത്ത ആൾക്കാരില്ല. അവിടെ ചുറ്റും തമിഴന്മാരൊക്കെ കിടന്നുറങ്ങുകയാണ്. ഇവർ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ആ പഴയ ദേവാലയം, അത്ഭുത ദേവാലയത്തിൻ്റെ മുൻപിൽ തൂവാല വിരിച്ച് കിടത്തി അവർ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ നിരീശ്വരവാദി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാരണം അയാൾക്കിത് കാണണം, അത്ഭുതം നടക്കുകയില്ലെന്ന്. അയാൾ നോക്കുമ്പോൾ ഈ വലിയ തല ചുരുങ്ങി വരികയാണ്. അയാൾ അടുത്ത് വന്നു. അയാളുടെ രോമൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. ദൈവമേ, ഇത് ശരിയാണോ, സത്യമാണോ, മിഥ്യയാണോ? ഇയാൾ അടുത്ത് വരുംതോറും ഈ തല ചെറുതായി വരിക, പെട്ടെന്ന് ചുരുങ്ങി. ഇയാളൊരു ഭ്രാന്തനെ പോലെ കരഞ്ഞു. കാരണം അത്ഭുതം എന്നൊക്കെ പറഞ്ഞത് ബിയോണ്ട് നേച്ചർ അല്ലേ. ഇയാളിത് കണ്ടു, നേരിട്ട് കാണുക. നോക്ക്, നിന്റെ മകൾ സുഖം പ്രാപിച്ചിരിക്കുന്നു. സന്തോഷം കൊണ്ട് കൂട്ടക്കരച്ചിലായി. കുഞ്ഞിനെ എടുത്ത് മേടയിലേക്ക് ഓടി അവർ സാക്ഷി പറഞ്ഞു. ഇന്നും മ്യൂസിയത്തിൽ ഇവരുടെ ഫോട്ടോസുണ്ട്. അപ്പോൾ തീർത്ഥാടന കേന്ദ്രം. ഇനി വിശുദ്ധ നാട് സന്ദർശനം. മിക്കവാറും എല്ലാ വർഷവും വിശുദ്ധ നാട്ടിൽ പോകും. അപ്പോൾ ചിലരൊക്കെ പറയും, അച്ഛാ ലൂർദിലെ വെള്ളം കൊണ്ടുവരണേ എന്ന് പറയും. അപ്പോൾ ലൂർദിലെ വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ലൂർദിലെ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ബ്രെയിൻ ട്യൂമർ, ഒരു ഡയാലിസിസ് നടത്തുന്ന വ്യക്തി, കാഴ്ചക്കുറവുള്ള 3 വ്യക്തി, ഇവർ പറഞ്ഞപ്പോൾ ഇവരുടെ വിശ്വാസമാണല്ലോ, ഞാൻ അവിടെ നിന്ന് 3 ബോട്ടിലിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ഒരു 6 മാസം കഴിഞ്ഞ് ആ കാലയളവിൽ 3 പേരും വന്ന് സാക്ഷ്യപ്പെടുത്തി. അതായത് ഗംഗാധരൻ ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റോട് കൂടി രോഗം സുഖപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തി. അപ്പോൾ പറഞ്ഞു വെച്ചത്, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അനുഗ്രഹം അണപൊട്ടി ഒഴുകുന്ന സ്ഥലമാണ് വിശുദ്ധ ദേവാലയം, തീർത്ഥാടന കേന്ദ്രം, വിശുദ്ധ നാട് സന്ദർശനം. ഇത് നമ്മൾ മനസ്സിലാക്കണം. 2,
വിശുദ്ധ വ്യക്തികളാണ്. അതാണ് വിശുദ്ധന്മാരും വിശുദ്ധകളും പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവൊക്കെ. ചിലരൊക്കെ ചോദിക്കുക, എന്തിനാണ് വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുന്നത്? സിമ്പിൾ ആൻസർ. ഈ വിശുദ്ധന്മാരാരാണ്? ദൈവത്താൽ അഭിഷിക്തരാണ്. ദൈവം ആരെയാണ് അയച്ചത്? ദൈവം മാലാഖമാരെയല്ല അയച്ചത്. ഗേബ്രിയൽ മാലാഖ, റാഫേൽ മാലാഖ, അതുപോലെ തന്നെ മൈക്കൽ മാലാഖ. ഈ 3 മാലാഖ ദൈവം അയച്ചവരാ. പിന്നെ ദൈവം തിരഞ്ഞെടുത്താരെ? നോഹയെ തിരഞ്ഞെടുത്തു, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, പ്രവാചകരെ തിരഞ്ഞെടുത്തു, പുരോഹിതരെ തിരഞ്ഞെടുത്തു. കാലത്തിൻ്റെ പൂർണ്ണതയിൽ തൻ്റെ ഏകജാതനെ അയച്ചു. ഈ ഏകജാതനെ ആരെയാണ് തിരഞ്ഞെടുത്തത്? 12 അപ്പോസ്തലന്മാരെ. എന്തിനാണ് 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത്? തന്നോട് കൂടെ ആയിരിക്കുവാൻ, വചനം പ്രഘോഷിക്കുവാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ. അപ്പോൾ ഓർക്കണം, വിധിയെ മാറ്റാനുള്ള ശക്തി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുണ്ട്. മോസസിൻ്റെ പ്രാർത്ഥന, ജോഷുവയുടെ പ്രാർത്ഥന, തോബിത്തിൻ്റെ പ്രാർത്ഥന, എസ്തറിൻ്റെ പ്രാർത്ഥന, ദാനിയേലിൻ്റെ പ്രാർത്ഥന, ശിഷ്യന്മാരുടെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ചില ഡയലോഗ് വിടാറുണ്ട്. പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അറിയാതെ പറഞ്ഞ ശരിയാണ്. പള്ളിയിൽ പോയി ആരോടാ പറയുക? വികാരിച്ചുണ്ട്. വികാരിച്ചൻ ആരോടാ പറയുക? ദൈവത്തോട്. പള്ളിയിൽ പോയി പറഞ്ഞ നടക്കും. അന്നാമ്മ പള്ളിയിൽ പോയി പറഞ്ഞപ്പോൾ സാമൂൽ ജനിച്ചു. സഖറിയാസ് പള്ളിയിൽ പോയി പറഞ്ഞപ്പോൾ സ്നാപയോഹന്നാൻ പിറന്നു. യോവാക്യം അന്നാ ദമ്പതികൾ പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് പിറന്നു. അന്തോണി സുന്നാർച്ചൻ പിറന്നു. അപ്പോൾ പള്ളിയിൽ പോയി പറഞ്ഞ കാര്യം നടക്കും. വിധിയെ മാറ്റാനുള്ള ശക്തി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന സംരക്ഷണമാണ്, സൗഖ്യമാണ്, സമൃദ്ധിയാണ്. ഇനി വസ്തുക്കൾ, അതാണ് തിരുശേഷിപ്പ്. തിരുശേഷിപ്പ് എന്താണ്? തിരുശേഷിപ്പ് എന്ന് പറഞ്ഞത് ഈ അപ്പോസ്തലന്മാരുടെയും വിശുദ്ധന്മാരുടെയൊക്കെ ശരീരത്തിൻ്റെ ഭാഗം, എല്ലിൻ്റെ ഭാഗം, വസ്ത്രത്തിൻ്റെ ഭാഗം, അതാണ് തിരുശേഷിപ്പ്. അപ്പം പഴയ നിയമത്തിൽ എലീഷ പ്രവാചകന്റെ കുഴിമാടത്തിലേക്ക് ഒരു ശവശരീരം വലിച്ചെറിയപ്പെട്ടപ്പോൾ ഉദ്ധാനം ചെയ്തു. ലൂക്കാ 8 കർത്താവിൻ്റെ വസ്ത്രാഞ്ചലത്തിന് വെളിമ്പിൽ തൊട്ട സ്ത്രീ സുഖം പ്രാപിച്ചു. അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായത്തിൽ പൗലോസിനെ ശീലാസിൻ്റെയും അംഗവസ്ത്രം തൊട്ട് സുഖം പ്രാപിച്ചു. അൽഫോൺസാമ്മയുടെ ചരിത്രം എടുക്കുക. അൽഫോൺസാമ്മ മരിച്ചു. ആ പായെല്ലാം കത്തിച്ച് കളഞ്ഞ്, കത്താതെ കിടന്നൊരു പായുണ്ട്, അതെടുത്തൊരു ഭ്രാന്തി ഇട്ടപ്പോൾ അസുഖം മാറിയില്ലേ? ഞാൻ 30 വർഷമായി തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രസംഗിക്കുന്ന അച്ഛൻ. എനിക്ക് നല്ല ബോധ്യമുള്ളൊരു വൈദികനാണ്. തിരുശേഷിപ്പിൻ്റെ ശക്തി അപാരമാണ്. എൻ്റെ കയ്യിലൊരു കുരിശുണ്ടായിരുന്നു, തിരുശേഷിപ്പുള്ള കുരിശ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 12 അപ്പോസ്തലന്മാരുടെ തിരുശേഷിപ്പുള്ള കുരിശുണ്ട്. അത് വെച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കുള്ള വലിയ കൃപ അനുഭവിച്ച അച്ഛനാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മൂന്നാമതായി, അപ്പം ഇതോടൊപ്പം തന്നെ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ വെഞ്ചരിച്ച എണ്ണ, മെഡല്, രൂപങ്ങൾ, വെന്തിങ്ങ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഓർക്കണം, തിരുശേഷിപ്പ് കൂടാതെ ഈ അന്നാൻ വെള്ളം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, വളരെ പവർഫുള്ളാണത്. ഉപ്പ്, വെളിച്ചെണ്ണ. ഉപ്പിനെക്കുറിച്ച് ഞാൻ ഓർത്തൊന്ന് മഞ്ഞാക്കലച്ചൻ പ്രസംഗിക്കാൻ വന്നപ്പോൾ ശബ്ദം വരുന്നില്ല. മുണ്ടഞ്ചേരി അച്ഛൻ പ്രാർത്ഥിച്ച് ഉപ്പ് നാവിലേക്ക് ഇട്ട് ഇടിവെട്ട് സ്വരത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. കലൂര് നൊവേന കേന്ദ്രത്തിൽ ഭക്ഷണം കഴിക്കാത്തൊരു കുഞ്ഞിന് അല്പം ഉപ്പ് ആശീർവദിച്ച് അവളുടെ നാവിലിട്ടു. സുന്ദരമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അതുപോലെ വെഞ്ചരിച്ച എണ്ണ ഔഷധമാണ്. അപ്പം വെഞ്ചരിച്ചിട്ടുള്ള വസ്തുക്കളെല്ലാം കൃപ നൽകും. അവസാനമായി സമയം. അതാണ് ഞായറാഴ്ച കടമുള്ള ദിവസം സിമ്പിളായിട്ട് കളയരുത്. നമ്മുടെ പ്രമാണം എന്താണ്? കടമുള്ള ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. അതുപോലെ തിരുനാളുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ ഒഴുകി വരുന്ന മേഖലകളാണ് ഈ വിശുദ്ധമായ സമയം. ഓർത്തുപോയത് പനക്കലച്ചൻ പറഞ്ഞ ഒരു സാക്ഷ്യമാണ്. ഞായറാഴ്ച പോലും ജോലി ചെയ്യുന്നൊരു തരകൻ, അയാൾക്ക് 3 മക്കളുണ്ട്, പുരനിറഞ്ഞ് നിൽക്കുകയാണ്, കല്യാണം നടക്കില്ല. അച്ഛൻ പറഞ്ഞു, എടോ താൻ ഞായറാഴ്ചത്തെ പണി നിർത്ത്, പള്ളിയിൽ പോ. അത് അനുസരിച്ച് എന്ന് പള്ളിയിൽ ഞായറാഴ്ച പണി നിർത്തിയോ, മക്കളുടെ കല്യാണം നടന്നു. അപ്പോൾ നമ്മൾ ലാഘവത്തോടെ ഞായറാഴ്ചയും കടമുള്ള ദിവസം ഒഴിവാക്കരുത്. എൻ്റെ സന്ദേശം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഒന്ന് ക്രോഡീകരിക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞത് അടിസ്ഥാനപരമായ സഭയുടെ വിശ്വാസമാണ്. ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നമ്മുടെ ദൈവം ശിക്ഷിക്കുന്നവനല്ല. അതുകൊണ്ട് വെറുതെ ആൾക്കാരെ പേടിപ്പിക്കല്ലേ. വൈദികരായാലും പ്രഘോഷകരായാലും കൗൺസിലറായാലും വേണ്ടാത്ത അന്ധവിശ്വാസം സൃഷ്ടിക്കലെ, യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വളർത്തിവിട്. നമ്മുടെ കർത്താവ് ബന്ധനത്തിൽ നിന്നും തടസ്സിൽ നിന്നും എല്ലാം മാറ്റും. കർത്താവ് സ്നേഹിക്കുന്നു എന്ന് പഠിപ്പിക്കുക. അതിനുള്ള മേഖലയാണ് ദേവാലയം. വിശുദ്ധന്മാരും വിശുദ്ധകളും, തിരുശേഷിപ്പുകൾ, വെഞ്ചരിച്ച കാര്യങ്ങൾ, സമയം. ഈ ചിന്ത നിങ്ങളെ കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാൻ തമ്പുരാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം
നമ്മളെല്ലാവരെയും ആശീർവദിക്കട്ടെ. ആമേൻ.